നമ്മൾ പഠിക്കാൻ പോകുന്നത് 5th സ്റ്റാൻഡേർഡിലെ മാത്സിൻ്റെ 8th യൂണിറ്റ് ആയിട്ടുള്ള ജോയിനിങ് പാർട്സ് ആണ്. ഓക്കെ, കുറച്ച് ക്ലാസ് നമ്മൾ എടുത്തായിരുന്നു. ഇതിൽ പേജ് നമ്പർ 127 വൺ ഫ്രാക്ഷൻ സെവറൽ ഫോംസ് എന്നുള്ള ഹെഡിങ്ങോടുകൂടി വരുന്ന കാര്യമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. We have seen that by changing the numerator and denominator, we can find different forms of fraction. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ചേഞ്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് പലതരത്തിലുള്ള ഫ്രാക്ഷൻ കിട്ടുമെന്ന് നമ്മൾ പഠിച്ചു. ഹൗ ഡു വി ഫൈൻഡ് സച്ച് ഫോംസ് ഓഫ് 3/4? അങ്ങനെയാണെങ്കിൽ 3/4ൻ്റെ പല ഫോംസ് ഏതൊക്കെയാണ്? 6/8 ഉണ്ട്. പിന്നെ ഏതാണ് അടുത്തത് 9/12 ഉണ്ട്. അങ്ങനെ നമുക്ക് ചെയ്തു പോകാം. ഡിവൈഡ് എ ലോങ് റിബൺ ഇൻറ്റു 4 ഈക്വൽ പാർട്സ്. ഒരു വലിയൊരു റിബണിനെ 4 തുല്യ ഭാഗങ്ങളാക്കി. 3 such pieces joined together makes 3/4. അതിലെ 3 പാർട്സ് ചേർത്ത് വെച്ചുകൊണ്ട് 3/4 ഉണ്ടാക്കി. ഓക്കെ, അതായത് 4ആയിട്ട് മുറിച്ചു. അതിലെ 3 ഭാഗം എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 3/4 ആണ് അല്ലേ? വാട്ട് ഇഫ് വി ഹാവ് ഈച്ച് ഓഫ് ദീസ് 4 പീസസ്? ഈ 4 പീസിനെ വീണ്ടും എന്ത് ചെയ്തു? നമ്മൾ പകുതിയാക്കി, 2 എണ്ണം വെച്ച് ആക്കി. അപ്പോൾ അത് എത്രയായി? 8 എണ്ണമായി അല്ലേ? Now the ribbon is divided into 8 equal parts and 6 of them make 3/4. ഇപ്പോൾ എത്രയാണ്? That is 3/4 equals 6/8. Instead of dividing each of the 4 parts into 2 equal parts, വീണ്ടും ഈ 4 equal പാർട്സിനെ എത്രയാക്കി? ഹാഫ് ആക്കി 2 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തു. സപ്പോസ് വി ഡിവൈഡ് ഈച്ച് ഇൻറ്റു 3 ഈക്വൽ പാർട്സ്. ഇപ്പോൾ ഓരോന്നിനെ നമ്മൾ എത്രയാക്കി മാറ്റി? 3 പാർട്ടാക്കി അല്ലേ? ഡോണ്ട് വി ഗെറ്റ് അനദർ ഫോം ഓഫ് 3/4? അപ്പോഴും നമുക്ക് 3/4ൻ്റെ വേറൊരു ഫോമാണ് കിട്ടുന്നത്. എത്രയാണ്? 3/4 ഈക്വൽസ് 9/12. വാട്ട് ഇഫ് വി ഡിവൈഡ് ഈച്ച് ഓഫ് ദി ഫസ്റ്റ് 4 പാർട്സ് ഇൻറ്റു 4 ഈക്വൽ പാർട്സ് ആക്കിയാൽ എത്രയായിരിക്കും കിട്ടുന്നത്? 12/16 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ലെറ്റ്സ് തിങ്ക്. വിത്തൗട്ട് എനി പിക്ചർ ദ ടോട്ടൽ നമ്പർ ഓഫ് പീസസ് ഈസ് 4 × 4 16. 4നെ 4 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 16 കിട്ടി. നമ്പർ ഓഫ് പാർട്സ് ഇൻ 3/4 ഈസ് 3 × 4 12. ദസ് 3/4നെ 2നെ നമ്മൾ ഏത് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്? 4 കൊണ്ട് അല്ലേ? 3 × 4 12ഉം 4 × 4 16ഉം കിട്ടി. That is to get the number equal to 3/4, we note how many times 4 is the total number of parts and take that many times 3. In other words, to get different forms of 3/4, we can take any multiple of 4 as denominator and the numerator should be the same multiple of 3. അപ്പോൾ 3യുടെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിളോ 4ൻ്റെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിളോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം മൾട്ടിപ്പിൾ ആയിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കിട്ടുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഉദാഹരണമായിട്ട് ഫ്രം ദി മൾട്ടിപ്പിൾസ് ഓഫ് 4 × 25 എത്രയാണ്? 100. അപ്പോൾ 3 × 25 എത്ര വരും? 75. അപ്പോൾ 3/4ന് ഈക്വൽ ആയിട്ടുള്ള ഏതായിരിക്കും? 75/100. ഈസ് ഇൻ ട്രൂ ഫോർ ഓൾ ഫ്രാക്ഷൻസ്? എല്ലാ ഫ്രാക്ഷൻസിലും ഇത് കറക്റ്റ് ആയിരിക്കുമോ? ഫോർ എക്സാമ്പിൾ ടേക്ക് 2/5. 2/5 എടുത്തു കഴിഞ്ഞാലോ? ഇവിടെ 2/5 എടുത്തു. ഇനി ഇതിനെ വീണ്ടും കട്ട് ചെയ്ത് നമ്മൾ 10 ആക്കി, 10 പീസസ് ആക്കി അല്ലേ? ഈ 5 പീസസിനെ 10 പീസസ് ആക്കി, പകുതിയാക്കി, ഇരട്ടിയാക്കിയപ്പോൾ ഓരോന്നിനെ 2 എണ്ണം വീതം വീണ്ടും ഹാഫ് ആക്കിയപ്പോൾ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽസ് എത്രയാണ്? 4/10. ഇവിടെ 2/5ഉം 4/10ഉം സെയിം അല്ലേ? അടുത്തത് വീണ്ടും ഇതിനെ 2 പീസാക്കി. അപ്പോൾ 2/5 ഈക്വൽസ് എത്രയായി? ഇവിടെ 6/15. ഓക്കെ, വാട്ട് ഈസ് ദ ജനറൽ പ്രിൻസിപ്പിൾ വി സി ഹിയർ? ഇവിടെ എന്താണ് നമ്മൾ ജനറലായിട്ട് നമുക്കൊരു തത്വം ഉണ്ടാക്കാൻ പറ്റുന്നത്? ഇഫ് വി മൾട്ടിപ്ലൈ ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് എ ഫ്രാക്ഷൻ ബൈ ദ സെയിം നമ്പർ വി ഗെറ്റ് അനദർ ഫോം ഓഫ് ദിസ് ഫ്രാക്ഷൻ. അതായത് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ സെയിം നമ്പർ കൊണ്ട് തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഇതേ ക്വാണ്ടിറ്റിയിലുള്ള ഒരു ഫ്രാക്ഷൻ കിട്ടുന്നതായിരിക്കും. ലെറ്റ്സ് ലുക്ക് അനദർ തിങ്. കൺസിഡർ ദ ഫ്രാക്ഷൻ 18/24. Its numerator and denominator are even numbers. That is, 2 is a factor of both. 18 24 നോക്കുക. ഇതിനെ 2നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്ന അല്ലേ? അതുകൊണ്ട് തന്നെ ഇതിലെ ഒരു ഫാക്ടറാണ് 2 എന്ന് പറയുന്നത്. 12 × 2 24 ആണ്. 18അതോ 9 × 2 24 ആണ്. അപ്പോൾ നമുക്കിതിനെ 9/12 എന്നും പറയാമല്ലോ. സോ ഫ്രം വാട്ട് വി സോ എബോവ്, ഇതിൻ്റെ എല്ലാം മുകളിൽ നമ്മൾ എന്താണ് കാണുന്നത്? 18/24 ഈക്വൽസ് 9/12.
12. Do 9 and 12 have any common factor? We see that 9 and 12 common ആയിട്ട് എന്തുണ്ട്? 3 ഉണ്ട് അല്ലേ? 4 into 3 ആണ് 12, 3 into 3 ആണ് 9. So 9 by 12 equals എത്രയാണ്? 3 by 4. Thus 18 by 24 equals എത്രയാണ്? 3 by 4. What do we see here? എന്താണ് നമ്മൾ ഇവിടെ കണ്ടത്? If the numerator and denominator of a fraction have a common factor and if we divide the numerator and denominator by this number, we will get another form of this fraction. അതായത് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഈക്വൽ ആയിട്ടുള്ള ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ ആ ഫാക്ടർ കൊണ്ട് നമ്മൾ ആ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേ ലെവലിലുള്ള ഒരു പുതിയ ഫ്രാക്ഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇൻ ദി എബോവ് എക്സാമ്പിൾ വി ഫസ്റ്റ് റോട്ട് 18 by 24 ആസ് 9 by 12. ആദ്യം നമ്മൾ 18 by 24 ആയിരുന്നു, പിന്നീട് എത്രയായിരുന്നു? 9 by 12. Then reduced the numerator and denominator again to form 3 by 4. അതിനുശേഷം നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും റെഡ്യൂസ് ചെയ്ത് എത്രയിലേക്ക് വന്നു? 3 by 4ലേക്ക് വന്നു. So 3 by 4 is called the form of 18 by 24 in the lowest terms. 18 by 24ന്റെ ഏറ്റവും ലോവസ്റ്റ് ടേം ആണ് ഏതെന്ന് പറയുന്നത്? 3 by 4 എന്ന് പറയുന്നത്. ഓക്കെ, we can't reduce the numerator and denominator anymore. ഇനി നമുക്ക് ഇതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. So we say that the fraction 18 by 24 is reduced to its lowest term as 3 by 4. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം 18 by 24ന്റെ ഏറ്റവും ലോവസ്റ്റ് ടേം ഏതാണ്? 3 by 4 ആണ്. In general, to reduce a fraction to the lowest form, we divide out all common factors of the numerator and denominator. ഇതിനകത്ത് നമുക്ക് ജനറലായിട്ട് പറയുന്ന കാര്യം എന്താണ്? ഏതൊരു ഫ്രാക്ഷൻ്റെയും ഏറ്റവും ലോവസ്റ്റ് ഫോമിലേക്ക് എത്താനായിട്ട് അതിൻ്റെ കോമൺ ഫാക്ടർ കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്താൽ മതി. നൗ ട്രൈ ദീസ് പ്രോബ്ലംസ്. ഇനി നമുക്ക് ഈ പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ 3 by 5 ഈക്വൽസ് 30. 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് 30 കിട്ടിയത്? അതായത് 30 ഡിവൈഡഡ് ബൈ 5 എത്രയാണ് കിട്ടുന്നത്? 6 ആണ് അല്ലേ? അപ്പോൾ ഈ 6നെ കൊണ്ട് തന്നെ 3യെ മൾട്ടിപ്ലൈ ചെയ്യുക. 6 into 3 എത്രയാണ്? 18. 8. അപ്പോൾ 3 by 5 ഈക്വൽസ് 18 by 30. നെക്സ്റ്റ് നോക്കുക. 5 by 6 ഈക്വൽസ് 20 by ഡാഷ്. 5 by 6 എന്ന് പറയുമ്പോൾ 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 20 കിട്ടുന്നത്? അല്ലെങ്കിൽ 20 ഡിവൈഡഡ് ബൈ 5 എത്രയാണ്? 4 ആണ്. അപ്പോൾ 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 6നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 into 4 24. അപ്പോൾ 20 by 24. അടുത്ത നോക്കുക. 45ഉം 75ഉം. ഇവിടെ 3 കിട്ടി. ഇവിടെ ഇപ്പോൾ എത്രയായിരിക്കണം കിട്ടുന്നത്? ഇവിടെ ചെറിയ ഫോമിലേക്കാണ് മാറ്റിയത്. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യുകയാണ് വേണ്ടത് അല്ലേ? അപ്പോൾ 45 ഡിവൈഡഡ് ബൈ 3 15 ആണ്. അപ്പോൾ 75നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 5. നെക്സ്റ്റ് 42 by 48. ഇവിടെ 8 ഉണ്ട്. 48ഉം 8ഉം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 48നെ ഏത് നമ്പർ കൊണ്ട് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 6 അല്ലേ? അപ്പോൾ 42നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 7. അപ്പോൾ 7 by 8 ആണ് ഇവിടെ ആൻസർ കിട്ടുന്നത്. ഓക്കെ, റൈറ്റ് ദ ഫോളോയിങ് ഫ്രാക്ഷൻ വിത്ത് ഡിനോമിനേറ്റർ 10, 100 or 1000. താഴെ തന്നിരിക്കുന്നതിൽ ഡിനോമിനേറ്റർ എത്രയൊക്കെ ആക്കണം? 10 അല്ലെങ്കിൽ 100 അല്ലെങ്കിൽ 1000 ആക്കണം. അപ്പോൾ ഇവിടെ 1 by 2 എന്ന് പറയുമ്പോൾ ഇവിടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എത്രയായി? 10 കിട്ടാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 into 5 എത്രയാണ്? 10 കിട്ടും നമുക്ക്. ഇവിടെയോ 1 into 5 5. അപ്പോൾ 1 by 2 ഈക്വൽസ് 5 by 10. അടുത്തതിനകത്ത് നോക്കി 2 by 5. 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ്? ഓക്കെ, ഇവിടെ നോക്കുക. 5നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 10 കിട്ടുന്നത്? 2 കൊണ്ട്. 5 into 2 10. അപ്പോൾ 2നെ ഏത് നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് തന്നെ അല്ലേ? 2 into 2 4. ഇവിടെ 2 by 5 ഈക്വൽസ് 4 by 10. ഇവിടെ നോക്കാം. 4നെ നമുക്ക് 10 കിട്ടാൻ പറ്റുമോ? ഇല്ല. പിന്നെ എത്രയാണ് കിട്ടേണ്ടത്? 100 കിട്ടും അല്ലേ? 25 into 4 ആണ് 100 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 25 into 3 അപ്പോൾ എത്ര വരും? 75. അടുത്ത നോക്കുക.
8 ഇൻറ്റു 125 ആണ് 1000. അപ്പോൾ 5 ഇൻറ്റു 125 എത്ര കിട്ടും? 625. ഇവിടെ ഫ്രാക്ഷൻ ഏതാണ് വരുന്നത്? 625/1000. ഓക്കെ, ക്ലിയർ ആയല്ലോ? പ്രോബ്ലംസ് നിങ്ങൾ ഹോംവർക്കായിട്ട് തനിയെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്വസ്റ്റ്യൻ വായിച്ചു തരാം. ക്യാൻ വി റൈറ്റ് ദ ഫ്രാക്ഷൻസ് 1/3 ആൻഡ് 2/3 വിത്ത് ഡിനോമിനേറ്റർ 10, 100, 1000. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ 10നെ 100നെ 1000ൻ്റെയും ഡിനോമിനേറ്റർ 10, 100, 1000 വരും. ഏതൊക്കെ ഫ്രാക്ഷൻസ് ആണ്? 1/3ഉം 2/3ഉം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് പെയർസ് ഓഫ് ഫ്രാക്ഷൻസ് വിത്ത് ദ സെയിം ഡിനോമിനേറ്റർ. സെയിം ഡിനോമിനേറ്റർ വരുന്ന രീതിയിൽ ആക്കുക. ഓക്കെ, ഒന്നുകിൽ ഇവിടെ 1/2 എന്ന് പറയുന്ന 1/4 വന്നു. അപ്പോൾ ഇവിടെ ഏതായിരിക്കും സെയിം? ഇവിടെ 1/2നും കൂടെ നമുക്ക് 4 കൊടുക്കാം. എങ്ങനെ കൊടുക്കാം? 2/4 വന്നു കഴിഞ്ഞാൽ 2/4, പിന്നെ ഏതാണ്? 1/4. അപ്പോൾ ഇവിടുത്തെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ ഏത് തന്നെയാണ്? 4 തന്നെയാണ്. ഈ രീതിയിൽ ഒന്നുകിൽ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ ഇത് ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഇതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്ത് സെയിം ഡിനോമിനേറ്റർ ആക്കുന്ന രീതിയിൽ നിങ്ങൾ ബാക്കിയുള്ള കണക്കുകളും ചെയ്തു നോക്കുക. ഓക്കെ, താങ്ക് യു.